ഹായ് എവരിവൺ. ഇന്ന് വളരെയധികം പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് കുറച്ച് നാൾ മുമ്പ് ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു സർപ്രൈസ് വേണം, നമുക്ക് എന്തെങ്കിലും ഒരു പുതുമയായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം, അത് നമുക്കൊരു മെമ്മറി ആണെന്നുള്ളത്. അപ്പോൾ എനിക്ക് തികച്ചും ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഉച്ചയായപ്പോൾ എൻ്റെ വൈഫ് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മടി പിടിച്ച് ഞങ്ങൾ, നല്ല മഴയായിരുന്നു, ക്ലൈമറ്റ് ഇട്ട് ശരിയല്ലായിരുന്നു. എന്നാലും നമ്മൾ ഇവിടെ പൂവാറ് വരെ എത്തി. ഒരു ഐലൻഡിലാണ്, ഒരു റിസോർട്ടിലാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെയധികം അടിപൊളിയായിട്ടുള്ള ഒരു റിസോർട്ടാണ് ഇവിടെ ഉള്ളത്. കണ്ട് ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. ഓക്കെ. അതുകൂടാതെ എനിക്കൊരു ഗിഫ്റ്റും എൻ്റെ വൈഫ് തന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ. കാസിയോടെ ഒരു വാച്ചാണ്. എനിക്ക് ഒരുപാട് കാലമായിട്ട് ഇങ്ങനത്തെ ഒരു സിൽവർ ടൈപ്പ് വാച്ച് യൂസ് ചെയ്യണമെന്നുണ്ട്. കൂടുതലായിട്ടും ഫിറ്റ്നസ് ബാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഫിറ്റ്നസ് ബാൻഡ്സ്. അപ്പോൾ പൊതുവെ ജിമ്മിലാണല്ലോ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വാച്ച് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി യൂസ് ചെയ്യാം. ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു വാച്ചാണ്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് അൺറാപ്പ് ചെയ്യുകയാണ്. സെറ്റല്ലേ? ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഇനി റിസോർട്ടും ബാക്കി പരിപാടിയൊക്കെ കാണാം. അതുകൂടാതെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവരെയും കാണിച്ചു തരാം. നമ്മുടെ അടുത്തൊരു റൂമാണ്. റൂമില് ആംബിയൻസ് വൈസ് എല്ലാം അടിപൊളിയാണ്. ഒരു ട്രഡീഷണൽ ലുക്കും എന്നാൽ ഒരു മോഡേൺ സെറ്റപ്പ് ഒക്കെ ഉള്ള TV ഉണ്ട്, അലമാരയുണ്ട്. ഈ ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം വിചാരിച്ചു വല്ല പൂതോ വല്ല സ്വർണ്ണോ അതിനകത്ത് ഉണ്ടാകുന്നു. നൈസായിട്ടുള്ളൊരു സ്റ്റോറേജ് ബോക്സാണ്. എടുത്താ പോസ് മാറ്റി ഇതെടുക്കുക. ഓക്കെ. ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഏകദേശം സിംഗിൾ ആയിട്ടുള്ളതും മിക്ക ആണുങ്ങളുടെ ഒരു സ്വപ്ന ലോകമുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചത്. നമ്മളെല്ലാവരും ലൈഫിൽ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നിങ്ങളും അത് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതെനിക്ക് ഇവിടെയാണ് അത് കാണാൻ പറ്റിയത്. എന്തായാലും ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യും, നിങ്ങളെ കൂടി കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ ഈ ഒരു സർപ്രൈസ് കാണാനായിട്ട്? മസ്റ്റായിട്ട് നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ. ഓക്കെ, ഇതാണ് മായാലോകം ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ മായാലോകം. ലുക്ക് അറ്റ് ദിസ്. എ ഓപ്പൺ ഷവർ, ഓപ്പൺ എയർ, ഓപ്പൺ സ്പേസ്, ഓപ്പൺ എയർ. നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാം, ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യാം. നല്ല പ്രൈവസി ഉണ്ട്, അടിപൊളിയാണ്. ഏറ്റവും മികച്ച കാര്യം, നമുക്ക് ആർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അടഞ്ഞ മുറികളിൽ ഇരുന്ന് ശീലിച്ചവർക്ക് നല്ല വായു ശ്വസിച്ച് ഒന്നും രണ്ടും ഒക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സെറ്റപ്പ്. ഇത് വേറെ എങ്ങും കണ്ടിട്ടില്ല. ഒരു ട്രഡീഷണൽ ലുക്ക് വിത്ത് മോഡേൺ ഒരു സെറ്റപ്പ്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. നല്ല ഓപ്പൺ സ്കൈ ആണ്. അത്യാവശ്യം നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ലൊക്കേഷനിൽ പോയി സ്പെൻഡ് ചെയ്യുക, നല്ലൊരു മെമ്മറി ഉണ്ടാക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബിസി ലൈഫിൽ, ഇപ്പൊ ഞാൻ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്കവാറും ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ വൈഫായാലും അതുപോലെ തന്നെ വീക്കിൽ 6 days വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് ലൈഫ് എൻജോയ് ചെയ്യാനും ഒരു വ്യത്യസ്ത രീതിയിലൊന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഇടമാണ്. ബാക്കി പുറത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്തായാലും ഇവിടെ അകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്ന് ആ ഒരു പീസ് അനുഭവിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ലവ്ലി വൈഫ് എനിക്ക് ഗിഫ്റ്റ് തന്നത്. അപ്പോൾ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അതിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എന്താണ് പറയാനുള്ളത്? കുറച്ച് കോഫി. അങ്ങനെ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നല്ല മഴയായിരുന്നു വരുന്ന വഴിക്ക്. അത് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോയി ഒന്ന് ആർമാദിക്കാമെന്ന് കരുതി പോകുന്നതാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിലോട്ട് ഉള്ള വഴി തപ്പിപ്പിടിച്ച് നോക്കി നടക്കുകയാണ്. പോകുന്ന വഴി വളരെയധികം ബ്യൂട്ടിഫുള്ളാണ്. ഈ റിസോർട്ടിൻ്റെ അകത്ത് മുഴുവനും വളരെയധികം പച്ചപ്പ് നിറഞ്ഞൊരു റിസോർട്ടാണ്. ഒരുപാട് പൂക്കളും കാകളും പലതും ഉണ്ട് ഇവിടെ. അതിൻ്റെ എല്ലാത്തിൻ്റെ പേരും മിക്കയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കിതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ഒരു ആയുർവേദിക് ഹോസ്പിറ്റലും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് കണ്ടില്ലേ, മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് കൂണുകളൊക്കെ വളർന്നിപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ പൂവുകളും കായ്കളും എല്ലാം വളരെയധികം അടിപൊളിയാണ്. ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് നേരെ കാണുന്നത് ഒരു സ്വിമ്മിംഗ് പൂളാണ്. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അപ്പുറത്ത് ഒരു കായലുണ്ട്, പൂവാർ ലേക്ക്. അതിൻ്റെ അപ്പുറത്തായിട്ട് കടലും കാണാം. അങ്ങനെ 3 ഒരു രീതിയിലുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലോട്ട് പോവുകയാണ്. സ്വിമ്മിംഗ് പൂളിൽ പോയി കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. സ്വിമ്മിംഗ് പൂൾ കണ്ടില്ലേ, വളരെ അടിപൊളി സ്വിമ്മിംഗ് പൂളാണ്. കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് സെക്ഷനുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, ബാറുണ്ട്, പിന്നെ നൈറ്റ് ഇവിടെ DJ ഉണ്ട്. അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഉള്ളൊരു റിസോർട്ടാണിത്. ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഫ്രണ്ടിൽ ഒരു ഓപ്പൺ സ്റ്റേജ് പോലെയൊക്കെ കണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടത്താനുള്ളതായിരിക്കും. നല്ല വ്യൂ ആണ് അവിടെ. ഇത്രയും നല്ല വ്യൂ ഉള്ളൊരു റിസോർട്ട് ട്രിവാൻഡ്രത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. എന്തായാലും ഞങ്ങൾ പോയി കുറച്ച് നേരം സ്വിമ്മിങ് ഒക്കെ ചെയ്ത് അടിച്ചു പൊളിച്ചിട്ട് വരാം. രാത്രി പിന്നെ കിടിലം ബൊഫേ ഉണ്ട്, അത് കഴിക്കാൻ പോകണം. ഞങ്ങൾ നൈറ്റിൽ ബൊഫേ കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ആംബിയൻസും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫുഡ് ഒന്നും പറയാൻ വയ്യ, വളരെയധികം നല്ല അടിപൊളി ഫുഡാണ്. ഫിഷ് ആയാലും വെജ് ആയാലും അതുപോലെ തന്നെ ചിക്കൻ ഇതൊക്കെ ആയാലും. പിന്നെ മെയിനായിട്ട് അത്ര അങ്ങ് സൂഹിക്കാൻ കാരണം ഇപ്പോഴത്തെ ആംബിയൻസ് ആണ്. നമുക്കിവിടെ നല്ല മഴയുണ്ട്, കടലും കായലും സ്വിമ്മിംഗ് പൂളും എല്ലാം അടുത്തുണ്ട്. ആ ഒരു വ്യൂവിൽ നമുക്കിതിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് വളരെയധികം സൂപ്പറായിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാര്യങ്ങൾ. ഇരുട്ടാണ്, എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല.